സംസ്ഥാന ബജറ്റ് നാളെ നിയമസഭയിലെത്തും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സാമൂഹ്യ പെൻഷനിൽ വർധനയുണ്ടാകുമോ എന്നതിലും ആകാംക്ഷയുണ്ട്. 2500 പറഞ്ഞിരുന്നത്, 2000 വരെ ആയിട്ടുണ്ട്. 500 രൂപ കൂടെ കൂട്ടിയായിരിക്കുമോ ഈ സർക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? അതോടൊപ്പം സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണത്തിനുള്ള എന്തെങ്കിലും ബജറ്റിലുണ്ടാകുമോ? വിഴിഞ്ഞം, ലൈറ്റ് മെട്രോ ഉൾപ്പെടെ പദ്ധതികൾക്ക് വൻതുക വകയിരുത്തും എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കും. തനത് നികുതി വരുമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ടോ? ഏതൊക്കെ മേഖലകളിൽ നമുക്ക് മെച്ചപ്പെടാൻ സാധിച്ചു? നമ്മളുടെ കമ്മി എത്രയാണ്? ഇതൊക്കെ നമ്മൾ റവന്യൂ കമ്മി എത്രയാണ്? ഇതൊക്കെ നമ്മൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം സ്വർണ്ണക്കൊള്ളയും ഫണ്ട് തട്ടിപ്പ് വിവാദവും ഉയർത്തി പ്രതിപക്ഷം ഇന്നും സഭയിൽ പ്രതിഷേധം തുടരും. MLA-മാരായ CR മഹേഷും നജീബ് കാന്തപുരവും സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹം തുടരുകയാണ്. ഋഷിപാലും TV പ്രസാദും ചേരുന്നുണ്ട്. ഋഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, വെരി വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ആദ്യം റോഷിയിലേക്ക് പോകുന്നു. റോഷി, ഇന്ന് സഭയിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നാളെ ബജറ്റ് വരികയാണ്. നമ്മൾ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ബജറ്റിനെ നോക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രതീക്ഷയായിരിക്കും. പണ്ട് കാലത്ത് പറയുന്നത് ഒരു സർക്കാർ ഒഴിയുന്ന സമയത്തുള്ള ബജറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന സർക്കാരിനുള്ള 8ന്റെ പണിയാണ് എന്നാണ് പറയാറുള്ളത്. ശമ്പള പരിഷ്കരണം അടക്കം സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള വർധനമൊക്കെ പ്രഖ്യാപിച്ചങ്ങ് ഇറങ്ങിപ്പോകലാണ് പതിവ്. ഇക്കുറി പക്ഷേ ഒരു തുടർച്ച ലക്ഷ്യമിടുന്ന LDF സർക്കാർ പ്രായോഗികമായ എന്നാൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കണ്ടുള്ള ഒരു വോട്ട് ബജറ്റ് ആയിരിക്കുമോ നിയമസഭയിൽ നാളെ KN ബാലഗോപാൽ അവതരിപ്പിക്കുക? എന്തെങ്കിലും സൂചനകളുണ്ടോ റോഷി? അരുൺകുമാർ, തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഒരു ജനപ്രിയ ബജറ്റാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. സാധാരണ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ എല്ലാ തെരഞ്ഞെടുപ്പ് ബജറ്റുകളിലും ജനപ്രിയമാകാറാണ് പതിവ്. ആ പതിവ് പ്രതീക്ഷിക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷനിലെ വർധനവടക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും അതിനു പുറമെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള പരിഷ്കരണം അത് ഏറെക്കാലമായി അവർ ആവശ്യപ്പെടുന്നതാണ്. ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകേണ്ടതാണ്. DA കുടിശ്ശിക വിതരണം ചെയ്യുന്ന കാര്യത്തിലടക്കം അത് കുടിശ്ശികയായി നിൽക്കുമ്പോൾ അവരുടെ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം മറ്റ് പദ്ധതികളാണ്, ജനപ്രിയമായ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികളടക്കം. ഒപ്പം തുറമുഖ വികസനം, അത് വിഴിഞ്ഞത്തിൽ ഒതുങ്ങുന്നില്ല. മറ്റു പ്രധാനപ്പെട്ട 2 തുറമുഖങ്ങൾ കൂടി വികസിപ്പിക്കാനുള്ള പദ്ധതികൾ, അതിന് എത്ര തുക വകയിരുത്തും? മെട്രോ, ലൈറ്റ് മെട്രോ, തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിനുവേണ്ടി എത്ര തുക വകയിരുത്തും? അതിനൊപ്പമാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ എന്ത് പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്? ഏത് തരത്തിലായിരിക്കും വരുമാനം വർദ്ധിപ്പിക്കുക എന്നത് പ്രധാനമാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയം കാരണം സംസ്ഥാനം വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലഭിക്കേണ്ട തുക പോലും കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതി പലവട്ടം ഉയർത്തുന്നുണ്ട്. അതൊക്കെ സംസ്ഥാനത്തിൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കാൻ ഇടയുണ്ടെന്ന് പറയുമ്പോഴും അതില്ല എന്നാണ് സർക്കാരിൻ്റെ വാദം. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ബജറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്നാൽ പോലും ബജറ്റിൽ കൃത്യമായ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നാളെ രാവിലെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ സഭയിലെത്തി ബജറ്റ് അവതരിപ്പിക്കുക. പിന്നീട് അങ്ങോട്ട് ബജറ്റിന്മേലുള്ള ചർച്ചകളും നടക്കും. ഏതായാലും ഏറ്റവും പ്രധാനമായും കേരളം പ്രതീക്ഷിക്കുന്നു സംസ്ഥാന ബജറ്റിൽ മന്ത്രിയുടെ ഭാഗത്ത് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ.